എല്ലാവരും ഒരുപാട് പ്രാവശ്യം അന്വേഷിച്ചിട്ടുള്ള ഒരു സാധനമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഐസോസൈനൈൻ പോളിയൂർ മന്ത്രകോടിയുമായി നിൽക്കുന്ന പോലെ ഇല്ലേ? സത്യത്തിലില്ലേ ഇത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഈ സാരിയുടെ. സത്യത്തിൽ ഈ പഫ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിന്നാണ് കേട്ടോ. പക്ഷെ ഈ സാരിയെ ഉടുത്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇല്ലേ ഉടുത്തോണ്ടിരുന്നപ്പോഴേക്ക് ഫ്ലീറ്റ് കിട്ടാനൊക്കെ ഭയങ്കര താമസമായിരുന്നേ. ഇത് രണ്ടും ഈക്വൽ അളവിലാണ് കേട്ടോ എടുത്ത് മിക്സ് ചെയ്യേണ്ടത്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു അത്ഭുതമാണ് നടക്കണത് ഇവിടെ. ഇത് നോക്കി സെക്കൻഡുകൾ കൊണ്ട് തന്നെ വീർത്ത് പൊന്തി വരുവാണ് കേട്ടോ. ഇത് സെറ്റ് ആവുന്ന സമയത്തെ ചെറിയൊരു ചൂടും പിന്നെ ഇതിന്റെ ഒരു ആവി ഉണ്ടാവും കേട്ടോ. അത് മൂക്കിലടിക്കാതെ നോക്കിയേക്കണേ. ശരിക്കും ഇല്ലേ ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ ഇത് വിട്ട് കിട്ടാനായിട്ട്. ഇത് പഴയ ഒരു ടിന്നിന്റെ പുറത്തേക്ക് എടുത്തിട്ട് ഒഴിച്ചതാ. ഇത്തിരി ഒഴിച്ചാണ് കേട്ടോ വീർത്ത് പൊന്തി ഇത്രയും വലിയ സാധനമായിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വന്നെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ്. ഇത്രയും വൈറ്റ് പഫ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നമ്മളെപ്പോഴും ഇല്ലേ ആക്രിക്കടയിൽ പോയിട്ട് ബാലൻസ് വന്ന് അഴുക്ക് പിടിച്ച പീസൊക്കെ ആയിട്ട് എടുത്തിട്ട് തന്നെ ഒരുപാട് കമന്റ് വന്നൊരു സാധനമാണ് കേട്ടോ ഇത്. ചേച്ചി ഈ പഫ് എന്താണ്? ആ പറമ്പിൽ നിന്ന് വർക്കിയെടുത്ത സാധനം എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചില്ലേ? അതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും കേട്ടോ. പക്ഷെ ഇത് കാസറോളിനകത്തോ ഫ്രിഡ്ജിനകത്തോ ഒക്കെ ആയിരിക്കും. ചൂടായാലും തണുപ്പായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടാതിരിക്കാനുള്ള ഒരു കഴിവതിനുണ്ട് കേട്ടോ. ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയാനോ കത്തിച്ചു കളയാനോ ഒന്നും നിൽക്കല്ലേ കേട്ടോ. കാരണം ഇത് പ്രകൃതിക്ക് ദോഷമാവാൻ ചാൻസ്. നമ്മുടെ ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോഴേ എന്തെങ്കിലും ഗ്യാപ്പ് ഒക്കെ വരുവാണെങ്കിൽ അത് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ അതേ ഒരു സ്പ്രേ രൂപത്തിൽ ഇത് കിട്ടും കേട്ടോ. അതിന്റെ ലിങ്കും പിന്നെ നമ്മുടെ 565 രൂപയുടെ സാരിയുടെ ലിങ്കും മേളിൽ തന്നെ കൊടുത്തു. ഞാൻ വാങ്ങിച്ചപ്പോഴേക്കും 565 ആയിരുന്നു. ഇപ്പൊ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ.